നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. റാങ്ക് ഫയൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ 8 ആണ് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ റാങ്ക് ഫയൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വരുവാണ്. നിങ്ങൾ ഈ ഒരു സെഷനിൽ മാത്രം ഉഴപ്പ് കാണിക്കരുത്. കാരണം റാങ്ക് ഫയൽ വായിക്കാനൊക്കെ നമ്മളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് വായിച്ചാലും ഒരു ദിവസം എത്ര പേജൊക്കെ വായിക്കാൻ പറ്റും? ഈ ഓഡിയോ ആയിട്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലത് ഇരിക്കും. അതുകൊണ്ട് ഈ ഒരു സെഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മതിയല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇന്ത്യൻ റിനൈസൻസ് ലീഡേഴ്സ്, ഇന്ത്യൻ നവോത്ഥാന നായകരും പിന്നെ സംഘടനകളും സ്ഥാപകരും പത്രങ്ങളും സ്ഥാപകരും. ഈ പത്രങ്ങളും സ്ഥാപകരും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നാണ് അൽ ഹിലാൽ എന്ന പത്രം ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ആ പോർഷൻസ് ഒക്കെ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ടോപ്പിക് ഇന്ത്യയിലെ നവോത്ഥാന നായകരാണ് ഇന്ത്യൻ റിനൈസൻസ് ലീഡേഴ്സ്. നോക്കാം. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ രാജാറാം മോഹൻ റോയ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ആത്മീയ സഭയാണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828. 1815 ആത്മീയ സഭയാണ് സ്ഥാപിച്ചത്. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ ഷാ രണ്ടാമനാണ്. അല്ലെങ്കിൽ അക്ബർ ഷാ രണ്ടാമനാണ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. ഭഗവത് ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ജീസസിന്റെ കൽപ്പനകൾ, തുഹഫത്തുൽ മുവാഹിദീൻ ആണ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്ന കൃതി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ജീസസിന്റെ കൽപ്പനകൾ, തുഹഫത്തുൽ മുവാഹിദീൻ. രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോളേജാണ് വേദാന്ത കോളേജ്. ഇമ്പോർട്ടൻ്റ് ആണ്. രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോളേജ് ഏതാ? വേദാന്ത കോളേജ് ആണ്. രാജാറാം മോഹൻ റോയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ച വ്യക്തികളാണ് കേശവ് ചന്ദ്ര സെന്നും ദേവേന്ദ്രനാഥ് ടാഗോറുമാണ്. ബ്രഹ്മസമാജം രണ്ടായി വേർപിരിഞ്ഞത് എന്തെല്ലാമായിട്ടാണ്? ആദി ബ്രഹ്മസമാജവും അതുപോലെ ഭാരതീയ ബ്രഹ്മസമാജവും. ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേശവ് ചന്ദ്ര സെൻ ആണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേശവ് ചന്ദ്ര സെൻ. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. 1875. സ്വാമി ദയാനന്ദ സരസ്വതി 1875 സ്ഥാപിച്ചത്. ആര്യ സമാജത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ബോംബെ ആയിരുന്നു ആര്യ സമാജത്തിന്റെ ആസ്ഥാനം. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെടുന്നതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത റാങ്ക് നേടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അൺഅക്കാഡമി ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്
ജൂൺ 2 സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു 120 ദിവസത്തെ ബാച്ച് കോഴ്സ് ആണ് ദിശ. ഇതിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലെ ഫ്രീ കണ്ടന്റ്സും ആക്സസ് ചെയ്യാൻ പറ്റും. കൂടാതെ അൺഅക്കാഡമി തുടങ്ങിയ കാലം തൊട്ടുള്ള കോഴ്സുകളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അൺഅക്കാഡമിയുടെ ഫ്രീ കണ്ടന്റ്സ് ഫുള്ളായിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ്, PDF നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളിപ്പോൾ LGS മെയിൻസ് എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത് 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 100 ദിവസത്തെ ബാച്ച് കോഴ്സ് May 26 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആ കോഴ്സിന്റെ പേരാണ് ജേതാവ്. ഇതിൽ 7 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടുന്നതാണ്. ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഏത്? സത്യാർത്ഥ പ്രകാശം രചിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിക്കാൻ ഉപയോഗിച്ച ഭാഷ ഏതാണ്? ഹിന്ദി ഭാഷയിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രം ഏതാ? ആര്യപ്രകാശം എന്ന പത്രം ആരംഭിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചതും ആര് തന്നെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ആരുടെ ശിഷ്യനായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്നു ലാലാ ലജ്പത് റായ്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ശ്രീ രാമകൃഷ്ണ പരമഹംസർ ആയിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ശ്രീ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. 1897 രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം എന്നറിയപ്പെടുന്നത്. അപ്പോൾ രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശാരദാ മഠം. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? ബേലൂരാണ് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം. ഇന്ത്യയിൽ യുവജന ദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? വിവേകാനന്ദന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ആരുടെ ജന്മദിനമാണ്? വിവേകാനന്ദന്റെ. ജനുവരി 12 ഇന്ത്യയിൽ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത്. സംഘടന ശക്തിയാണ്, അതിന്റെ രഹസ്യം അച്ചടക്കമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സംഘടന ശക്തിയാണ്, അതിന്റെ രഹസ്യം അച്ചടക്കത്തിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ ദത്ത. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്താണ്? നരേന്ദ്രനാഥ ദത്ത എന്നാണ്. രാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേരെന്താ? ഗദാധർ ചാറ്റർജി. ഗദാധർ ചതോപാധ്യായ എന്നുമുണ്ട്, അതുപോലെ ഗദാധർ ചാറ്റർജി എന്നും രാമകൃഷ്ണ പരമഹംസരുടെ പേരാണ്. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്താ? മൂൽശങ്കർ എന്നാണ് ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ചിക്കാഗോ സർവമത സമ്മേളനം നടന്ന വർഷം എന്നാണ്? 1893 ചിക്കാഗോ സർവമത സമ്മേളനം നടന്നത്. അപ്പോൾ ഈ ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായ ബ്രിട്ടീഷ് യുവതി ആരാണ്? സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിതയുടെ ആദ്യകാല നാമം ഇമ്പോർട്ടന്റ് ആണ്. എന്താ? മാർഗരറ്റ് എലിസബത്ത് നോബിൾ. നോബിൾ എന്നാണ് സിസ്റ്റർ നിവേദിതയുടെ ആദ്യകാല നാമം. അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്നു സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായ ബ്രിട്ടീഷ് വനിത സിസ്റ്റർ നിവേദിതയാണ്. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. നിവേദിതയുടെ ആദ്യകാല നാമം എന്താ? മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ്.
സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സുബ്രഹ്മണ്യ ഭാരതിയാണ് സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യൻ. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം. സ്വാമി വിവേകാനന്ദൻ എന്നാണ് സമാധിയായത്? 1902 ജൂലൈ മാസം 4-നാണ്. 1902 ജൂലൈ മാസം 4. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവ്. ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ പിതാവാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവൽ ഏതാണ്? ദുർഗേശ നന്ദിനിയാണ്. ദുർഗേശ നന്ദിനി രചിച്ചത് ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേശ നന്ദിനി രചിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മാഡം ബ്ലാവിസ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. മാഡം ബ്ലാവിസ്കിയും അതുപോലെ കേണൽ ഓൾക്കോട്ടും ചേർന്നിട്ടാണ്. മാഡം ബ്ലാവിസ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. ആര്യ സമാജം സ്ഥാപിതമായ അതേ വർഷം തന്നെ ന്യൂയോർക്കിലാണ് സ്ഥാപിതമായത്. ന്യൂയോർക്കിൽ. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടയാറാണ്. അടയാർ എവിടെയാ? മദ്രാസ്. മദ്രാസിലെ അടയാറിലാണ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യപ്രവർത്തക ആരായിരുന്നു? ആനി ബസന്ത്. ആനി ബസന്ത് ആണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യപ്രവർത്തക. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ച വ്യക്തിയാണ് പണ്ഡിത രമാഭായി. പണ്ഡിത രമാഭായി. ഹിന്ദുസ്ഥാൻ എന്ന സുന്ദരിയായ വധുവിന്റെ 2 കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഹിന്ദുസ്ഥാൻ എന്ന സുന്ദരിയായ വധുവിന്റെ 2 കണ്ണുകളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അഭിപ്രായപ്പെട്ടത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. സയ്യിദ് അഹമ്മദ് ഖാൻ. പെരിയോർ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് പെരിയോർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഭൂലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. കൂടാതെ ജ്യോതിറാവു ഫൂലെയുടെ ഒരു പ്രശസ്തമായ ഗ്രന്ഥമാണ് ഗുലാംഗിരി. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവും ആര് തന്നെയാണ്? ജ്യോതിറാവു ഭൂലെ തന്നെയാണ്. അപ്പോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണെന്ന് പറഞ്ഞു. പിന്നെ നേരത്തെ ഒരു വിശേഷണം കൂടെ പറഞ്ഞല്ലോ, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയുടെ പിതാമഹൻ സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. ഇനി കുറച്ച് സംഘടനകളും അതിന്റെ സ്ഥാപകരുമാണ് പറയുന്നത്. PSC ആവർത്തിക്കുന്ന സംഘടനകളും സ്ഥാപകരും. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി. ആര്യ സമാജവും ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനവും ആര്യ സമാജവും ആരാണ്? ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഹരിജൻ സേവാ സംഘം ഗാന്ധിജിയാണ് സ്ഥാപിച്ചത്. ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ്. പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ്. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജം സ്ഥാപിച്ചത്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായൺ. അഹമ്മദിയ മൂവ്മെന്റ് മിർസ ഗുലാം അഹമ്മദ്. അപ്പോൾ പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായൺ. അഹമ്മദിയ മൂവ്മെന്റ് മിർസ ഗുലാം അഹമ്മദ്. മിർസ ഗുലാം അഹമ്മദ്. മഹർ പ്രസ്ഥാനം ആരാണ്? അംബേദ്കർ ആണ്. മഹർ പ്രസ്ഥാനം അംബേദ്കർ. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവിസ്കിയുമാണ്. ഇന്ത്യയിൽ ആരാണ് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ ആനി ബസന്ത് ആണ്. ഇന്ത്യൻ ഹോം റൂൾ മൂവ്മെന്റിന്റെ നേതാക്കൾ ആരൊക്കെയാ? ആനി ബസന്തും ബാലഗംഗാധര തിലകുമാണ്. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ. VD സവർക്കർ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷനോ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ.
അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ഗദ്ദാർ പാർട്ടി ലാലാ ഹാർദയാൽ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇ.വി. രാമസ്വാമി നായ്ക്കർ, ഭാരതീയ വിദ്യാഭവൻ കെ.എം. മുൻഷി. അപ്പൊ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാ? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ഗദ്ദാർ പാർട്ടി ലാലാ ഹാർദയാൽ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇ.വി. രാമസ്വാമി നായ്ക്കർ, ഭാരതീയ വിദ്യാഭവൻ കെ.എം. മുൻഷി. ഭൂദാന പ്രസ്ഥാനം ആരാണ്? വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ, ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു, രൂപാന്തർ ബിനായക് സെൻ. ഇത്രയാണ് പ്രധാനപ്പെട്ട സംഘടനകളും അതിന്റെ സ്ഥാപകരും. ഇനി പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന്റെ സ്ഥാപകരുമാണ് പറയുന്നത്. സംവാദ കൗമുദിയും മിറാത്തുൽ അക്ബറും സ്ഥാപിച്ചത് ആരാണ്? 2 പത്രങ്ങളാണ്. രാജാറാം മോഹൻ റോയി ആണ് ഇത് സ്ഥാപിച്ചത്. പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനും സ്വാമി വിവേകാനന്ദന്റെ പത്രങ്ങളാണ്. ഏതൊക്കെ? പ്രബുദ്ധ ഭാരതം, അതുപോലെ ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ഏതൊക്കെയാണ്? യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. കേസരിയും മറാത്തിയും ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ്. ബഹിഷ്കൃത ഭാരതം മൂകനായക്കും ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ന്യൂ ഇന്ത്യ കോമൺവീല് ആനി ബസന്ത്. കോമ്രൈഡ് ആരുടേതാണ്? കോമ്രൈഡ് മൗലാന മുഹമ്മദ് അലി. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണെന്ന് ഓർക്കുക. ബോംബെ സമാചാർ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ബോംബെ സമാചാർ ആണെങ്കിൽ ഫർദൂർജി മർസ്ബാൻ ആണ്. ബോംബെ ക്രോണിക്കിൾ ആരാണെന്ന് ചോദിച്ചാൽ ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്തയും ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാനുമാണ്. ലീഡർ മദൻ മോഹൻ മാളവ്യയുടെ പത്രമാണ്. സോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഗ്യാൻ പ്രകാശോ ഗോപാൽ ഹരി ദേശ്മുഖ് നേരത്തെ ഒരു വിശേഷണം പറഞ്ഞില്ലേ, എന്താ? ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഗ്യാൻ പ്രകാശ് എന്ന പത്രത്തിന്റെ സ്ഥാപകനും ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. അമൃത ബസാർ പത്രിക ആരംഭിച്ചത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ്? നെഹ്റുവിന്റെ പത്രമാണ്. നേഷൻ ആരുടെ പത്രമാണ്? ഗോഖലെയുടെ പത്രമാണ്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. കർമ്മയോഗി അരവിന്ദ ഘോഷ് ആരുടെ പത്രമാണ്? അരവിന്ദ ഘോഷ്. വന്ദേ മാതരം അരവിന്ദ ഘോഷ്. അപ്പൊ കർമ്മയോഗി അരവിന്ദ ഘോഷ്, വന്ദേ മാതരം അരവിന്ദ ഘോഷ്. പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഡം ഭിക്കാജി കാമയും വന്ദേ മാതരം എന്ന പേരിൽ ഒരു പത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അരവിന്ദ ഘോഷും വന്ദേ മാതരം ആരംഭിച്ചിട്ടുണ്ട്. മാഡം ഭിക്കാജി കാമയും വന്ദേ മാതരം എന്നൊരു പത്രം സ്ഥാപിച്ചിട്ടുണ്ട്. സ്വദേശി മിത്രം, അതുപോലെ ഹിന്ദു എന്നീ പത്രങ്ങൾ ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്. ഈ പത്രമാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. അൽ ഹിലാൽ മൗലാന അബുൽ കലാം ആസാദ്. ബംഗാദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോർ. നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ എന്നീ പത്രങ്ങൾ ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെതും ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പത്രങ്ങളും സ്ഥാപകരുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും ആയപ്പോഴത്തേക്കും ഇന്റർനാഷണൽ മൂവ്മെന്റ് എന്നൊരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്തതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളാണ്. അടുത്തത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി മെയ് 27 സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു 120 ദിവസത്തെ ബാച്ച് കോഴ്സാണ് ദൗത്യം. അപ്പോൾ ഈ കോഴ്സും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കോഴ്സും ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ്. ഇനി സബ്സ്ക്രിപ്ഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്. 12 മാസം എടുക്കുകയാണെങ്കിൽ 2 മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ എല്ലാ കോഴ്സും കാണാൻ പറ്റുന്നതാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ. അപ്പോൾ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് പ്രൈസ് അല്ല കൊടുക്കേണ്ടി വരുന്നത്. 10% ഓഫ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി. താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക, ഉന്നത റാങ്ക് നേടുക. ഓക്കെ.